നമ്മുടെ വിശുദ്ധ പാപങ്ങളുടെ ഇന്ത്യ പ്രസിദ്ധീകരിച്ച് 10 വർഷം ഇപ്പോൾ ഏകദേശം, അല്ലെങ്കിൽ അതിൻ്റെ യാത്രകൾക്ക് കഴിഞ്ഞിട്ട് ഒരു 10 വർഷത്തോളം ആയിട്ടുണ്ട്. അതിൽ നമുക്കൊരു വലിയൊരു നേട്ടം എന്ന് പറയുന്നത് സുപ്രീം കോടതി എന്നുള്ളൊരു അതിനെതിരായിട്ടുള്ള വിദ്യയ്ക്കാണ്. അതിനുശേഷം ഈ 10 വർഷങ്ങൾക്ക് ഇപ്പുറം നമ്മൾ നോക്കുമ്പോൾ അതിൽ അത്രത്തോളം അവരുടെ ജീവിതങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട ജീവിതാവസ്ഥയിലേക്ക് ഇതിൻ്റെ ഇരകളായിട്ടുള്ള വ്യക്തികൾ അല്ലെങ്കിൽ സ്ത്രീകൾ ഇപ്പോഴുള്ള സ്ത്രീകൾ എത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അതിന് എത്രമാത്രം അവർക്ക് കൂടുതൽ നല്ലൊരവസ്ഥയിലേക്ക് എത്താനുള്ള അനുകൂലമാണ്. ഈ അതായത് നേരത്തെ ദേവദാസി ആക്കപ്പെട്ട സ്ത്രീകളുടെ ജീവിതത്തിൽ ഈ സുപ്രീം കോടതി വിധി വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. കാരണം വെച്ചാൽ ഇത് പുതിയ പെൺകുട്ടികളാക്കുന്നതിനെതിരാണല്ലോ ഇപ്പോഴത്തെ വിധി. അപ്പോൾ ഞങ്ങളിപ്പോൾ കഴിഞ്ഞ വർഷവും ഇതിന് മുമ്പത്തെ വർഷവും അവിടെ പോയിരുന്നു, ഈ ദാവങ്കരയിൽ പോയിരുന്നു. ഈ ഉത്സവം ഈ 2025 പോയില്ല, 2025 ഫെബ്രുവരിയിൽ ഉണ്ടായിരുന്നു, പോയില്ല. ഉച്ചിങ്കമല 2024ലും 23 ഞങ്ങൾ പോയിരുന്നു. അപ്പോൾ അവിടെ ഈ പുതിയ പെൺകുട്ടികളെ അങ്ങനെ ആക്കുന്നുണ്ടോ ഇല്ലെന്നുള്ളത് നിരീക്ഷിക്കാനുള്ള ഇത് ശക്തമായിട്ട് നടത്തുന്നുണ്ട്. ഇപ്പോൾ ഭയങ്കര ശക്തമായിട്ട് നടക്കുന്നു. 2014 ഈ കേസ് സുപ്രീം കോടതിയിൽ എത്തുന്നത്. അപ്പോൾ അതിൻ്റെ 10 വർഷം കഴിഞ്ഞാൽ ഞങ്ങൾ പോയത് 2024. അപ്പോൾ അത് അന്നത്തെ പോലെ തന്നെ ആ 16 കോടതി വിധി വന്നപ്പോഴുള്ള പോലെ തന്നെ സ്ട്രിക്റ്റായിട്ട് നടത്തുന്നുണ്ട്. മറ്റേ ഇത് മറ്റേ 10 പേരടങ്ങുന്ന ടീം നോക്കുന്നുണ്ട്. പിന്നെ ബാനറുകൾ വെച്ചിട്ടുണ്ട്, അനൗൺസ്മെൻറ്റ്, അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പുതിയ കുട്ടികൾ അതിലേക്ക് വരുന്നതിന് തടയിടാൻ ആ സുപ്രീം കോടതി വിധി കാര്യമായിട്ടുണ്ട്. പിന്നെ അത് കുറേ പേർക്ക് ഒരു അവയർനെസ് ഉണ്ടായി. അതാണ് ഇങ്ങനെ ഇത് ചെയ്യുന്നൊരു തെറ്റാണ് എന്നുള്ള ഒരു സാധനം രക്ഷിതാക്കൾക്ക് ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ അതൊരു ചലനം അവിടെ ഉണ്ടാക്കി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഈ പണ്ട് ഇതുണ്ടായിരുന്ന സ്ത്രീകളെ ഈ കോടതി വിധി അങ്ങനെ ബാധിച്ചിട്ടില്ല. കാരണം അവരുടെ ലൈഫിനെ ബാധിക്കുന്നൊരു വിധിയല്ല ഇത്. നേരത്തെ ആക്കപ്പെട്ടവർ, അതായത് ഈ കോടതി വിധി വരുന്നതിന് മുമ്പ് ദേവദാസിയാക്കപ്പെട്ട സ്ത്രീകളുണ്ടല്ലോ, അവരൊക്കെ ഈ പ്രവർത്തനത്തിൽ കുറച്ചും കൂടി ഇൻവോൾവ്ഡ് ആയി എന്നുള്ളതാണ്. അതായത് ഈ പുതിയ പെൺകുട്ടികൾ വരുന്നില്ല എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടും ഒക്കെയുള്ള സർവൈലൻസ് ടീമിലൊക്കെ അവർ കുറച്ചും കൂടി ആക്റ്റീവായി. അവർ ഈ അമ്പലത്തിലൂടെയൊക്കെ വന്ന് നിരീക്ഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ രീതിയിൽ അവരുടെ ഒരു പാർട്ടിസിപ്പേഷൻ വന്നു അതിനകത്ത്. പക്ഷേ അവരുടെ ലൈഫിനെ അത് ബാധിച്ചോന്ന് നമുക്ക് പറയാൻ കഴിയില്ല, അത് ശരിക്കും പറയാൻ കഴിയില്ല. പിന്നെ ഞങ്ങൾ അവിടെ ആ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ഒരു എന്താ പറയുക, അവരെ സ്വാശ്രയ സംഘങ്ങൾ രൂപീകരിച്ചിട്ട് അവർക്ക് ഒരു ഇതുണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കണം. അവർക്ക് ഈ തുന്നലൊക്കെ ഉണ്ടല്ലോ, തുന്നലിനൊക്കെയുള്ള യൂണിറ്റുകൾ അവർക്ക് കുറച്ച് തൊഴിലുകൾക്ക് ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തിട്ട് അവരെ സ്വയം പര്യാപ്തരാക്കാൻ പറ്റുമോ എന്ന് ഞങ്ങൾ പേഴ്സണലി ശ്രമിക്കുന്നത്. അത് പക്ഷേ അങ്ങനെ പറയാൻ മാത്രമായിട്ടില്ല, കാരണം വിജയിച്ചിട്ടില്ല. ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് കുറേ ആൾക്കാരെയൊക്കെ സമീപിച്ച് ഉണ്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഈ പുസ്തകത്തിനൊന്നും വേണ്ടിയിട്ടല്ല, നമ്മളവരെ പരിചയമുള്ളതുകൊണ്ട് അവരതൊക്കെ അറിയാവുന്നതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. ഞാൻ അടുത്ത ചോദ്യം തന്നെയാണ് ഉദ്ദേശിച്ചത്. നമ്മൾ ഈ പുസ്തകത്തിലുള്ള വ്യക്തികളായിട്ട് നമ്മൾ വന്ന് സംസാരിച്ചു, അതുപോലെ ഈ പ്രവർത്തകരായിട്ട് പിന്നീടും നമുക്ക് ഇവരായിട്ട് നേരിട്ടും ഫോണിലൂടെ അല്ലെങ്കിൽ അവരിങ്ങോട്ട് വിളിക്കുകയും സാർ അവരായിട്ട് ബന്ധപ്പെടുകയോ ബന്ധപ്പെടുന്നില്ല. അവരിപ്പോൾ അവിടെ എന്തെങ്കിലും കർണാടകയിൽ ഇങ്ങനെ എന്തെങ്കിലും ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവർ നമ്മളെ അറിയിക്കാറുണ്ട്, ഇങ്ങനെയുള്ള സംഭവം ഇവിടെ ഉണ്ടായി, അങ്ങനെ അറിയിക്കാറുണ്ട്. പിന്നെ നമ്മളും ഇങ്ങനെ ഇപ്പോൾ ഉത്സവം വരുന്നു, ഇപ്രാവശ്യത്തെ ഉത്സവം വരുന്നു, അപ്പോൾ അവിടെ എന്തെങ്കിലും നിങ്ങൾ വ്യത്യസ്തമായിട്ട് കാണുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്രാവശ്യം നടക്കാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ നമ്മൾ അവരോട് അന്വേഷിക്കാറുണ്ട്. അല്ലെങ്കിൽ കർണാടകയിൽ എന്തെങ്കിലും ചില ഇപ്പോൾ നരബലിയൊക്കെ, ഷിമോഗയിൽ നരബലിയൊക്കെ കേട്ടപ്പോൾ ഞങ്ങൾ വിളിച്ചിട്ട് അത് എന്താ അതിൻ്റെ ഇതൊക്കെ അന്വേഷിച്ചു തരും. അങ്ങനെ അവരായിട്ടൊരു നിരന്തര കോൺടാക്റ്റ് ഉണ്ട്. ഈ ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുന്നവരാണ്, ഈ TV രേണുകയൊക്കെ ഇടപെടുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ഞങ്ങൾ നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. ശരിക്കും ഒരു 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഉള്ളൊരു കമ്മ്യൂണിക്കേഷനൊക്കെ നടക്കുന്നുണ്ട്. ശരിക്കും ഇത് വ്യക്തമായിട്ട് നമുക്ക് പറയാനുള്ള ആരുടെയും കഥ, അതായത് ഇപ്പോൾ നമ്മൾ ഈ ലൈംഗികത്വത്തിൽ ഏർപ്പെട്ട ഏതെങ്കിലും സ്ത്രീകൾ അതിൽ നിന്ന് മാറി, ചില ആളുകളുടെ കഥയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അങ്ങനെയുള്ള ആരെങ്കിലും ഇപ്പോൾ നമ്മൾ ഈ പ്രതിപാദിച്ച ഏതെങ്കിലും വ്യക്തികൾ ഇതിൽ നിന്ന് മാറി ഒരു വലിയ മറ്റൊരു നിലയ്ക്ക് നമ്മൾ പിന്നെ അതിൽ ലൈംഗിക തൊഴിൽ തുടരുന്നവരായിട്ട് കണ്ടത് സോനാഗച്ചിയിലും കാമാത്തിപുരയിലേക്കാണ്. അവിടെ നിന്ന് അവരാരും മാറിയതായിട്ട് നമുക്ക് അറിയില്ല. അതിൻ്റെ ഒരു കാരണം അതിൽ ഭൂരിഭാഗം പേരും ആ തൊഴിൽ അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നവരാണ്. അവർക്ക് ഈ തൊഴിൽ തെറ്റൊന്നുമില്ല, ഇതിൽ തൊഴിലവകാശങ്ങളെ വേണ്ടി വാദിക്കുന്നത്. അതെ, അതിനുവേണ്ടി നിൽക്കുന്നവർ. അപ്പോൾ അവരതിൽ നിന്ന് മാറിയൊന്നും നമ്മൾ ചോദിക്കുന്നത് വലിയ പ്രസക്തിയില്ല, കാരണം അവരതിൽ കംഫർട്ടാണ്, അതിൽ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് അവർ പോരാടുന്നത്. അപ്പോൾ അങ്ങനെ ആരും വന്നായിട്ട് എനിക്ക് അറിവില്ല. ഈ ലൈംഗിക തൊഴിൽ കേന്ദ്രങ്ങളിൽ നിന്നാരും പുറത്തു വന്നായിട്ട് നമുക്ക് അറിവില്ല. ഇപ്പോൾ 7ഓളം സംസ്ഥാനങ്ങളിൽ വരുന്നുണ്ട്, പക്ഷേ കേരളം ഇല്ല. അപ്പോൾ ഞാൻ സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ ഓൺലൈനിൽ കണ്ടിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞത് കേരളത്തിലെ വിവരങ്ങൾ അറിയാനായിട്ട് നമുക്ക് ഇവിടെയുള്ളവരെ അത്ര ജിജ്ഞാസുകളായിരിക്കില്ല, അതുകൊണ്ട് നമ്മളതിൽ വന്നില്ല എന്നുള്ളത്. പക്ഷേ എങ്കിലും കേരളത്തിലെ ഈ ഒരു ദേവദാസ സമ്പ്രദായം നിലനിന്നിരുന്നെങ്കിൽ അത് ഏത് നാൾ വരെ നിന്നിരുന്നു, അത് ഏത് പ്രദേശങ്ങളായിരുന്നു അത് ഉണ്ടായിരുന്നത്, അതിൻ്റെ അതിനെക്കുറിച്ചൊരു അത് ഈ വായിച്ച അറിവുകളെ ശരിക്കും ഉള്ളൂ. ഇപ്പോൾ ഈ നമ്മുടെ ഈ ഒരു നൂറ്റാണ്ടിന് മുമ്പ് ഉള്ളിൽ ഉണ്ടായിരുന്നില്ല അല്ല. പക്ഷേ ഈ നമ്മളിപ്പോൾ ഇങ്ങനൊരു സോഷ്യൽ ഇഷ്യൂ ആവുന്ന രീതിയിൽ ഈ നൂറ്റാണ്ടിലുണ്ടായിരുന്നു പറയുന്നത്. പക്ഷേ 1936 തൃശ്ശൂരിൽ
അത്തച്ചമയ ഘോഷയാത്ര തൃശ്ശൂരിൽ നടത്തിയപ്പോൾ അതിൽ 8 ദേവദാസികൾ പങ്കെടുത്തായിട്ട് അന്നത്തെ വാർത്തയിൽ കാണുന്നില്ല. നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം വാർത്ത തൃശ്ശൂരിൽ അത്തച്ചമയ ഘോഷയാത്ര നടത്തിയ ഒരു വാർത്ത എടുത്തിരുന്നു. അപ്പോൾ അതിനകത്ത് 8 ദേവദാസികൾ പങ്കെടുത്തായിട്ട് പറയുന്നുണ്ട്. പിന്നെ ഈ നമ്മുടെ കാമപൂജ എന്ന് പറഞ്ഞിട്ടുള്ള TK രവിവർമ്മയുടെ ബുക്കിൽ കുറേ രാമവർമ്മ അദ്ദേഹത്തിൻ്റെ ബുക്കിൽ കുറേ സംഭവങ്ങൾ പറയുന്നുണ്ട്. അതിനകത്ത് ഈ നമ്മുടെ ഇവിടെ തൃപ്പൂണിത്തുറ കോവിലത്തിനടുത്ത് ഒരു സ്ത്രീ അവർ 2 മക്കളും ഇങ്ങനെ അവർ ദേവദാസികളെന്ന് പറയുന്നില്ല, പക്ഷേ ആ 2 മക്കളിൽ ഒരാളുടെ കാമുകൻ വന്നിട്ട് വീടിനകത്ത് എന്തോ തർക്കം ഉണ്ടായിട്ട് അയാൾ കുത്തിക്കുന്നു, അതിൻ്റെ പേരിലൊരു ഉത്സവം മുടങ്ങിയതായിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഞാൻ ഇത് ഓർക്കുന്നില്ല, പക്ഷേ കാമപൂജയിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ഈ ഇതിൽ എനിക്ക് തോന്നുന്നു നമുക്കത് കൃത്യമായിട്ട് അതിൻ്റെ ഒരു ഇത് കണ്ടുപിടിക്കാൻ പറ്റാത്തത് കേരളത്തിലെ MGS പറയുന്നത് ഇവർ പല ജാതികളിലേക്ക് ലയിച്ചു പോയിട്ടുണ്ടാവും, അതായത് ദേവദാസികൾ. ഇപ്പോൾ കർണാടകയിലെ ഇഷ്യൂ എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു കമ്മ്യൂണിറ്റിയിലുള്ളവരാണ്, അപ്പോൾ ഒന്നുകിൽ വാൽമീകി അല്ലെങ്കിൽ മാദിക. അപ്പോൾ ആ കമ്മ്യൂണിറ്റിപ്പെട്ടവർ ദേവദാസികളാവുന്നു. അവർ ദേവദാസി സമ്പ്രദായം നിർത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാലും ആ കമ്മ്യൂണിറ്റിയിലുള്ളവരെ നമ്മളങ്ങനെ കാണുകയാണ്, കാരണം ആ കമ്മ്യൂണിറ്റിയിലുള്ളവരാണ് അവിടെ നിൽക്കുന്നത്. പക്ഷേ കേരളത്തിൽ ഈ പല കമ്മ്യൂണിറ്റികളായതുകൊണ്ട് അവർ ലയിച്ചു പോയതുകൊണ്ട് അവർക്ക് ഇങ്ങനൊരു സോഷ്യൽ ബേർഡൻ ഇല്ല, ഇവരെങ്ങനെ നോക്കിക്കാണുന്നൊരു സ്ഥിതിയിൽ. നവോത്ഥാനത്തിൻ്റെ മാത്രമല്ല, എനിക്ക് തോന്നുന്നത് ഈ ഒരു സോഷ്യൽ സാഹചര്യം അതിലൊത്തു വന്നു. അവർ പല ജാതികളിലേക്ക് ലയിച്ചു. അപ്പോൾ അത് ഏത് ജാതിപ്പെട്ടവരാണ് ദേവദാസികൾ നമുക്കിപ്പോൾ വേർതിരിച്ചറിയാൻ പറ്റുന്നില്ല. അപ്പോൾ അവരെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഞാനിതിൽ കൃത്യമായി പഠനവും നടത്തിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നോക്കിയത് മുഴുവൻ കറണ്ട് എന്താ സോഷ്യൽ ഇഷ്യൂ എന്താണ് എന്നാണ് നോക്കിയത്. അപ്പോൾ കേരളത്തിൽ അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ലാത്തതുകൊണ്ട് നമ്മളതിൽ പഠിച്ചിട്ടില്ല. ഒരു കാര്യം കൂടി നമ്മൾ കേരളമായിട്ട് ബന്ധപ്പെട്ടെന്ന് ചോദിക്കുകയാണ്. ഈ ഇത് 16-ലാണല്ലോ ഈ പുസ്തകം. അതിനുശേഷം 2 വർഷത്തിന് ശേഷമാണ് നമ്മൾ ഈ ശബരിമലയിലെ ഏഷ്യയ്ക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ കേരളത്തിൽ ഇത്രമാത്രം ഒരു ആചാര സംരക്ഷണത്തിനായിട്ട് സംഘടിതമായിട്ട് ജനങ്ങൾ ഇറങ്ങിയപ്പോൾ നമുക്ക് വ്യക്തിപരമായിട്ടൊരു ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ സാറിന് എങ്ങനെയാണ് അത്? നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല സാധാരണ. ശബരിമല ഇഷ്യൂ നമ്മൾ പ്രതീക്ഷിച്ചില്ല, ഇങ്ങനെയൊക്കെ കേരളത്തിലുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ല. പക്ഷേ പിന്നെ നോക്കുമ്പോൾ അതിനകത്തൊരു ഞെട്ടലിൻ്റെ ആവശ്യമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആ രീതിയിൽ ട്രിഗർ ചെയ്യാൻ പറ്റിയ ആൾക്കാരാണ് ഇവിടെ. അത് ട്രിഗർ ചെയ്ത് കൊടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല ഇവിടെ, പക്ഷേ ഉണ്ടായിരുന്നില്ല. അത് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അവരത് ചാടി പുറപ്പെട്ടതായിരിക്കാം. അപ്പോൾ അതിൽ ശരിക്കും, പക്ഷെ ആ സമയത്ത് അതൊരു ഈ പറഞ്ഞ പോലെ നമുക്കൊരു ഞെട്ടലായിരുന്നു. ഈ ഇങ്ങനെയൊക്കെ ആൾക്കാർ ഇങ്ങനെ ഇറങ്ങി റോഡിൽ ഇറങ്ങി നിൽക്കുന്നു, ഞങ്ങൾക്ക് പോകണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ബഹളം വയ്ക്കുന്നത് ഒരു ഞെട്ടലുണ്ടായിരുന്നു. അത് ശരിയാണ്. പിന്നെ സാറിൻ്റെ ആ ബുക്കിൽ വായിക്കുമ്പോൾ നമുക്കും സാറിന് ഈ അനുഭവം ഏറ്റവും വലിയ മനസ്സിൽ തട്ടുന്ന ഒരു അനുഭവമായിട്ട് പറയുന്ന ആയിരുന്നു ഒരു റിക്ഷാക്കാരൻ സ്വന്തം ഭാര്യനെ ഉപയോഗിച്ചു പറയുന്ന ഒരു അവസരം. അപ്പോൾ ഇതൊരു ദാരിദ്ര്യത്തിൻ്റെ ഒരു ഇതാണ് ഈ ചൂഷണത്തിൽ തുടരാനായിട്ട് ഈ അല്ലെങ്കിൽ ആ സ്ഥലങ്ങളിൽ അവരെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം. അതെ, ദാരിദ്ര്യം ഒരു വലിയ ഘടകമായിരിക്കും ഈ ലൈംഗിക തൊഴിലിൽ തുടരുന്നതിന് അതൊരു കാരണമായിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നൊരു കാര്യം, നമുക്ക് ഇതിനെ വിശ്വാസമായിട്ട് നിങ്ങൾ കൂട്ടിക്കെട്ടിയിട്ടുണ്ടെങ്കിൽ ദാരിദ്ര്യത്തിൽ നിന്ന് പുറത്തു വന്നു കഴിഞ്ഞാലും ഇതവിടെ നിൽക്കും. ഇപ്പോൾ നമ്മുടെ മതപ്പാടുകളിൽ ഹിരേസിന്തോഗി എന്ന് പറയുന്ന സ്ഥലത്ത് പോകുന്നുണ്ട്. അവിടുത്തെ വിഷയം വെച്ച് കഴിഞ്ഞാൽ അവിടെ ദാരിദ്ര്യം കൊണ്ട് ഉണ്ടാക്കിയ ഒരു സമ്പ്രദായമാണ് സ്ത്രീകൾ കല്യാണം കഴിക്കാൻ പാടില്ല, വേറെ ആൾക്കാരുടെ കുട്ടികളെ പ്രസവിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ലൈംഗിക തൊഴിലിന് വേണ്ടി ഉണ്ടാക്കിയൊരു നിയമമാണ്, ഒരു രീതിയാണത്. സമ്പന്നരുണ്ടാക്കിയൊരു സിസ്റ്റം ആയിരിക്കും അത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ നാട്ടിൽ അങ്ങനെ ദാരിദ്ര്യം ഇല്ല. പക്ഷേ അവർക്ക് അതിൽ നിന്ന് പുറത്തു കിടക്കാൻ പറ്റില്ല. അവരിപ്പോഴും കല്യാണം കഴിക്കാൻ തയ്യാറല്ല, കാരണം അതൊരു വിശ്വാസമായിട്ട് കൂട്ടിക്കുറച്ചുകൊണ്ട് അതിന് പുറത്തു കിടക്കാൻ പറ്റില്ല. അപ്പോൾ ദാരിദ്ര്യമായിരിക്കും ഇതിലേക്ക് അടിസ്ഥാനം, പക്ഷേ അതുകൊണ്ട് മാത്രമായിരിക്കും ഇത് തുടർന്നു പോകുന്നതിന് മറ്റു പല കാരണങ്ങൾ കൂടി ഉണ്ടായിരിക്കാം. പിന്നെ നമ്മൾ മറ്റൊരു ഇപ്പോൾ നമ്മൾ ചരിത്രമാണെങ്കിൽ എഴുതുമ്പോൾ പോലും ഫിക്ഷൻ അതിൽ വരാനുള്ളൊരു സാധ്യത നമ്മൾ പലപ്പോഴും പറയുന്നുണ്ട്. ചരിത്രത്തിനെ കുറിച്ച് പോലും അതിൽ ഫിക്ഷൻ കുറേ ഉണ്ടെന്നുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് അങ്ങനെ ഒരു തോന്നുന്നില്ല. അപ്പോൾ ഇത് ഈ ഭാവനയിൽ വരാനുള്ള ഒരു ത്വര ഉണ്ടാവുള്ളൂ നമുക്ക്. അപ്പോൾ ആദ്യം ശരിയാണെന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അതിനെ മറികടന്നിട്ട് അത് റിയാലിറ്റിയിലേക്ക് സ്റ്റിക്ക് ചെയ്യണമെന്നുള്ളൊരു എഴുതുമ്പോൾ ചിലപ്പോൾ അതിനൊരു സാധ്യത ചിലപ്പോൾ ഉണ്ടാവും. അതെന്താണ് സാധ്യത ഉണ്ടായിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു, എനിക്കിത് ഈ ഭാവനയുടെ സാധനം എഴുതാൻ അറിയില്ല എന്നൊരു പ്രശ്നമുണ്ട്. അത് നമുക്ക് അതിനുള്ള മരുന്നില്ലാത്തൊരു പ്രശ്നമുണ്ട്. പിന്നെ ഇത് റിയൽ സാധനം പകർന്നതിന് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സ്ട്രെയിൻ ഇല്ല. നമ്മൾ സ്ഥലത്ത് പോകുന്നു, അപ്പോൾ അവിടെ ഒരാൾ ഇങ്ങനെ പറഞ്ഞു, ഒരു ലൈംഗിക തൊഴിലാളി ഇങ്ങനെ പറയുന്നു, ഞാൻ അവരോട് ചോദിക്കുന്നു, അവർ അങ്ങനെ പറയുന്നു. അപ്പോൾ ആ സാധനം നമ്മളിങ്ങനെ ഓർത്തങ്ങ് എഴുതിയാൽ മതി. ഇപ്പോൾ ഞാൻ എഴുതിയതൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ സോനകച്ചി പോയി ഒരു റൗണ്ട് അടിച്ച് വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് കുറിച്ച് വയ്ക്കും. അപ്പോൾ എന്നെ അത് അല്ല, നമ്മൾ ആ ഡയറി നോക്കിയിട്ടാണ് പിന്നെ അടിക്കുന്നത്. അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം എളുപ്പമാണ്. നമ്മൾ പത്രപത്രത്തിലായതുകൊണ്ട് നമ്മൾ സാധനം കണ്ടു കേട്ടു അത് എഴുതുക എന്നുള്ളത് എളുപ്പമാണ്. അപ്പോൾ ഭാവനയുടെ സാധനം അതിന് വേണ്ടി വന്നില്ല. പിന്നെ വേണമെങ്കിൽ തന്നെ നമുക്കത് അറിയില്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കും അത് ഇത് തന്നെ നിൽക്കാൻ തീരുമാനിച്ചത്. ഞാൻ അടുത്ത ചോദ്യമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഇതിൽ പല കാര്യങ്ങളിൽ ഫിക്ഷനെ പോലെ അതിശയിപ്പിക്കുന്ന ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്.
അപ്പോൾ അവിടെ ഈ ബോംബെയിൽ വെച്ച് നമ്മളൊരു ലൈംഗിക തൊഴിലാളി പറയുന്നുണ്ട് അവരുടെ നേതാവ് സുനിതേനെ കുറിച്ച്. അപ്പോൾ ഈ സുനിതേനെ തന്നെ സാറ് വളരെ അകലുള്ള ഉജ്ജയിനിയിൽ വെച്ചിട്ട് യാദൃശ്ചികമായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് സിനിമയിലൊക്കെ സംഭവിക്കുന്ന, നോവലിലൊക്കെ സംഭവിക്കുന്നൊരു ഫിക്ഷനെ പോലെ ഷേപ്പ് ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പോൾ ഈ ജീവിതം തന്നെ ഫിക്ഷനെ കവച്ച് വയ്ക്കുന്ന പല അനുഭവങ്ങളുണ്ട്. അപ്പോൾ അത് വ്യക്തിപരമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഇതുണ്ടാവും, ഒരു അനുഭവം ഉണ്ടാവും, ഒരു ആഘാതം. എല്ലാം ഒരു പറഞ്ഞ പോലെ ഒരു ചിലതൊക്കെ ഒരു ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ പൊതുവിൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഈ പുസ്തകം തന്നെ മൊത്തത്തിലൊരു ക്യൂരിയോസിറ്റിയുടെ പുറത്താണ്. ഇപ്പോൾ നമ്മൾ ദേവദാസി സമ്പ്രദായം ഉണ്ടെന്ന് മംഗലാപുരത്തെ ആ സ്ത്രീ പറയുമ്പോൾ നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവുകയാണ്. അപ്പോൾ ഇത് അന്നത് പുസ്തകമാക്കണമെന്നുള്ള ഉദ്ദേശമൊന്നുമില്ല. അപ്പോൾ അത് അറിയാൻ വേണ്ടിയാണ് നമ്മൾ അവിടെ പോകുന്നത്. അപ്പോൾ അവിടെ പോകുമ്പോൾ അവിടെ നിന്ന് കേൾക്കുന്ന വാർത്തകൾ കുറച്ചും കൂടി ഞെട്ടല്ലേ. ഇങ്ങനെ നേരത്തെ വേറൊരു സ്ഥലത്ത് ഇതിനേക്കാൾ ഭീകരമായിട്ട് പറയുമ്പോൾ അങ്ങനെ പോകുന്നു. ആന്ധ്രയിലുണ്ട് പറയുമ്പോൾ അവിടെ പോകുന്നു. പിന്നെ കൽക്കട്ട സോനഗച്ചിയിൽ 12,000 ലൈംഗികത്വങ്ങളുണ്ട് കേൾക്കുമ്പോൾ അവിടെ പോകാൻ തോന്നുന്നു. അപ്പോൾ നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ട് ഇതിനകത്ത്. ആ ക്യൂരിയോസിറ്റിയാണ് നമ്മളിങ്ങനെ ട്രിഗർ ചെയ്ത് കൊണ്ടുപോകുന്നത്. ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ചില സംഭവങ്ങൾ ഭയങ്കര ഞെട്ടലും ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പേഴ്സണലി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഞെട്ടൽ തന്നെ നമുക്കതൊരു ഭയങ്കര പുതുമയാണ്, അല്ലെങ്കിൽ എന്താ പറയുക ഭയങ്കര ഒരു പേടിപ്പിക്കുന്നതാണ് ചിലത് ഇത് നടക്കുന്നു എന്നുള്ള സാധനം. അതെ നമ്മൾ വേണമെങ്കിൽ ഒരാൾക്ക് ടിപ്പ് കൊടുക്കാൻ തയ്യാറായ തുകയാണ് 200 പറയുന്നത്. അപ്പോൾ അത് ശരിക്കും ഞെട്ടൽ തന്നെയായിരുന്നു. അതെ ഈ പറഞ്ഞ അപ്പൊ ഞാൻ ഈ 200 രൂപയുടെ കഥ വെച്ചാൽ ഞാനിപ്പോ ഒന്നും കൂടി കൊല്ലം നോക്കി. ഒരുപാട് അത് അത്രയും കാലത്ത് പോകേണ്ട കാര്യമില്ല. പക്ഷെ നമ്മളിപ്പോൾ ബംഗാളിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴല്ല ഇപ്പോൾ ഈ പറഞ്ഞ 2014 പോയി നോക്കിക്കഴിഞ്ഞാൽ സൈക്കിൾ റിക്ഷയൊക്കെ ചവിട്ടുന്നത് 10 രൂപയ്ക്കും 5 രൂപയ്ക്കൊക്കെയാണ് സൈക്കിൾ റിക്ഷ ഒരുപാട് ദൂരം ചവിട്ടുന്നത്. അപ്പോൾ അതിനവർ തയ്യാറാണ്. ആ സ്ഥിതിയാണ് അവിടെ. ഇപ്പോൾ മൂർഷാബാദിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൽക്കട്ടത്തേക്കാളും ദയനീയമായിരിക്കും. ഇപ്പോൾ നമ്മൾ ഇങ്ങോട്ട് ആൾക്കാർ വരുന്നത് തന്നെ അതുകൊണ്ടുകൂടി ആയിരിക്കുമല്ലോ, അവിടുത്തെ ഒരവസ്ഥ കൊണ്ടായിരിക്കുമല്ലോ. അപ്പോൾ പിന്നെ ഈ തുടർച്ചയുള്ള യാത്രകൾ ആദ്യം ക്യൂരിയോസിറ്റിയുടെ വലിയ യാത്ര ചെയ്യുന്നുണ്ട്, പിന്നെ അത് പുസ്തകമാക്കി വരാനുള്ള ഒരു സാഹചര്യം. ഇപ്പോൾ കൽക്കട്ടയ്ക്ക് എത്തിയപ്പോൾ അല്ലെങ്കിൽ ആന്ധ്രയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ നമുക്ക് മനസ്സിലായി ഇതൊരു പുസ്തകമായിട്ട് ഡോക്യുമെൻ്റ് ചെയ്താൽ നല്ലതായിരിക്കും എന്ന് തോന്നിയത്. പിന്നെ കൽക്കട്ടയിലൊക്കെ പോകുമ്പോൾ നമുക്കൊരു ഉദ്ദേശമുണ്ട്, ഇതൊരു പുസ്തകമാവും എന്നുള്ളൊരു ഉദ്ദേശമുണ്ട്. അപ്പോൾ ആ രീതിയിൽ പിന്നെ നമ്മൾ കുറച്ചും കൂടി തയ്യാറെടുത്ത് എഴുത്തിലൊക്കെ കുറച്ച് ശ്രദ്ധിക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അതുവരെയുള്ളതിൽ നമ്മളങ്ങനെ കണ്ടതങ്ങ് എഴുതുക എന്നുള്ളൊരു സാധനത്തിലായിരുന്നു പോയിരുന്നത്. അതൊരു പുസ്തകമാവും നമ്മളങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല. ആദ്യത്തെ യാത്രകളൊക്കെ അപ്പോൾ റിപ്പോർട്ട് ചെയ്യുവായിട്ട് പത്രത്തിൽ വന്നിരുന്നു. ഇല്ല, ആദ്യത്തെ യാത്രകൾ നമ്മൾ എഴുതി വെച്ചെങ്കിലും ഈ മറ്റേ ഇവിടുത്തെ ഉച്ചങ്ങിമലയിലെ ഫസ്റ്റ് യാത്ര നമ്മൾ എഴുതി, അത് പത്രത്തിൻ്റെ രൂപത്തിൽ എഴുതിയിരുന്നു സൺഡേയിൽ. പക്ഷേ അത് എന്ത് വെച്ചു അത് പക്ഷേ അന്ന് കൊടുത്തില്ല, നമ്മൾ പോയ സമയത്ത് കൊടുത്തിട്ടില്ല. പിന്നെ ഇതിങ്ങനെ കുറേ സംഭവം മനസ്സിലായപ്പോഴാണ് നമുക്ക് മനസ്സിലായി ഇത് സൺഡേയിൽ കൊടുക്കാം എന്ന് തോന്നിയിട്ട് സൺഡേക്ക് കൊടുക്കുന്നത് 2014 സൺഡേക്ക് കൊടുക്കുന്നത്. അത് പക്ഷേ അതിന് മുമ്പ് ഒന്നുകൂടി പോയി നോക്കിയിട്ടാണ് കൊടുത്തത്. പിന്നീട് ഇതുപോലെ സൺഡേയിൽ വന്നിരുന്നത്. പിന്നെ ഇതിൽ ഒറീസയിൽ പോയ ജഗന്നാഥൻ്റെ പുരി ജഗന്നാഥൻ്റെ ദാസി എന്ന് പറഞ്ഞ ശരിമണി ദേവദാസിയെ കുറിച്ചുള്ള അത് സൺഡേയിൽ വന്നിരുന്നു. ഇത് രണ്ടുമാണ് സൺഡേയിൽ വന്നിട്ടുള്ളൂ ആ പുസ്തകത്തിൽ. ബാക്കി പിന്നെ ഇങ്ങനത്തെ സബ്ജക്റ്റ് പൊതുവെ അങ്ങനെ പത്രത്തിൽ വരുന്ന സബ്ജക്റ്റ് അല്ല. ഈ ലൈംഗിക തൊഴിലാളികൾ അങ്ങനത്തെ വരുന്നതല്ല. ഇത് രണ്ടുമാണ് വന്നിട്ടുള്ളത്. ഇത് അതിൽ തന്നെ പറയുന്നുണ്ട് യാത്രാ വിവരണം എന്ന് പറഞ്ഞിട്ട് ഇതിനൊരു അവാർഡ് കിട്ടുമ്പോൾ തന്നെ ആളുകൾ. അപ്പോൾ ഞാൻ വായിച്ചതിന് ശേഷമാണ് വീണ്ടും ഈ ഒരു ചോദ്യം തന്നെ ടൈപ്പ് തന്നെ നമുക്ക് സംശയം വന്നു. ഏത് കാറ്റഗറിയിലാണ് അങ്ങനെ ഒരു ലൈബ്രറിയിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ഏത് കാറ്റഗറിയിലാണ്. പക്ഷേ അപ്പോൾ ഞാൻ ആദ്യം എഴുതിയത് അന്വേഷണാത്മക പത്രപ്രവർത്തനം എന്നാണ് ഉത്തരമായിട്ട് എഴുതിയത്. അങ്ങനെ ഞാൻ ആദ്യം ജസ്റ്റ് ഒന്ന് വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ യാത്രകണത്തിന് മറ്റൊരു കാറ്റഗറി അല്ല ശരിക്കും ഇത് പുസ്തകത്തിൽ. മറ്റൊരു കാറ്റഗറി, പക്ഷേ മറ്റൊരു കാറ്റഗറി ആണെങ്കിൽ ഈ അവാർഡ് കിട്ടില്ലേ. ഇത് ശരിക്കും ഇത് നമ്മൾ ഈ കാറ്റഗറി ഒന്നും നമ്മൾ നോക്കിയില്ല. നമ്മൾ പുസ്തകം കൊടുത്തു. അപ്പോൾ DC അതിന് യാത്രാ വിവരണം എന്ന് പറഞ്ഞിട്ട് അന്ന് DC ഇറക്കിയത്. അപ്പോൾ യാത്രാ വിവരണം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക ലക്ഷ്യത്തോടുള്ള യാത്രയാണ്. സാധാരണ യാത്രാ വിവരണം പോലെ അല്ല. നമ്മളിതിനെ യാത്രാ വിവരണം ഉൾപ്പെടുത്തിയതുമില്ല. അവരാണ് യാത്രാ വിവരണം എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുത്തത്. പുസ്തകം അവർ എഴുതിയതാണ്. യാത്രാ വിവരണം എന്നൊരു അങ്ങനെ ഉണ്ടോ വെച്ചാൽ നോവൽ കഥ ഓരോ കാറ്റഗറി പെടുത്തണമല്ലോ. ഇതേ മാതൃകയിലുള്ള വേറെ പുസ്തകം മലയാളത്തിൽ അങ്ങനെ കറക്റ്റ് ഇതേ മാതൃകയല്ല. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ ഇടയ്ക്ക് ചിന്ത ഇറക്കിയ KA ബീനയുടെ ആ കസേര ആരുടേതാണ് പറഞ്ഞ ബുക്കുണ്ട്. ആ കസേര ആരുടേതാണ്. അത് ഈ തമിഴ്നാട്ടിലെ ദളിത് പൊളിറ്റിക്സൊക്കെ പറയുന്നത്. അതും ഏറെക്കുറെ നമ്മൾ കണ്ട പോലെ ആളുകളെയാണ് കാണുന്നത്. പക്ഷേ അതിൽ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ അതായത് ഓരോരുത്തരെ കണ്ട് അവർ പറയുന്നത് അതേപോലെ എഴുതി അങ്ങനെയൊന്നുമില്ല. അത് അവർ കണ്ടെത്തി കഴിഞ്ഞിട്ട് അതങ്ങ് എഴുതിയിരിക്കുകയാണ്. ഇങ്ങനെ ഞാൻ പോയി കണ്ട ഒരാളുടെ ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതുകയാണ്. പക്ഷേ അതും ഈ പറഞ്ഞ പോലെ അത് യാത്രാവിവരണം തന്നെയാണെന്ന് തോന്നുന്നു അതിൻ്റെ സെഗ്മെൻറ്റ്. എനിക്ക് ഓർമ്മയില്ല.
അത് പക്ഷേ ഈ ഏതാണ്ട് ഈ ഒരു പാറ്റേണിലാണ് അതിൻ്റെ ഒരു ഇത്. അല്ലാതെ ഈ അന്വേഷണാത്മക എന്ന് പറഞ്ഞിട്ടൊരു പുസ്തക ഗ്രൂപ്പ് അങ്ങനെ ഒരു പുസ്തകമില്ല. അന്വേഷണാത്മക പത്രപ്രവർത്തനം എന്ന് പറഞ്ഞിട്ടൊരു സെഗ്മെന്റ് നമുക്കില്ല. ഇല്ല, അല്ല അങ്ങനെ പുസ്തകങ്ങൾക്കൊരു കാറ്റഗറി ഇല്ല. അതുകൊണ്ടായിരിക്കും DC അത് യാത്രാവിവരണപ്പെടുത്തിയത്. ഞാൻ മറ്റൊരു ചോദ്യം ചോദിക്കുകയാണ്. ഇതാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ അടുത്തിടെ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് സ്ത്രീകളായിട്ട് ബന്ധപ്പെട്ടൊരു ഇതായതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഒരു നടിക്കെതിരെ ഒരു പ്രമുഖ വ്യവസായി നമ്മൾ അറിയാമല്ലോ, സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ ആൾ പൊതുസമൂഹത്തിൽ വെച്ച് അവരെ ലൈംഗികമായിട്ട് അധിക്ഷേപിക്കുന്ന തരത്തിലൊരു അതിനകത്ത് കോടതി നടപടി ഉണ്ടായി. പക്ഷെ അതിനുശേഷം നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നോക്കുമ്പോൾ കൂടുതൽ മുൻതൂക്കം കിട്ടിയിരിക്കുന്നത് ഈ വ്യക്തിയെ അനുകൂലിച്ചും നടീനെ അവഹേളിച്ചും കൊണ്ട് തന്നെയാണ് വീണ്ടും ആളുകൾ. അപ്പം നമ്മുടെ കേരളത്തിൻ്റെ ഒരു പുരോഗമന മനസ്സ് എങ്ങനെയാണ് നിൽക്കുന്നത്? അപ്പോൾ അത് സാർ ശ്രദ്ധിച്ചിരുന്നു. അല്ല, അത് ഏത് വിഷയം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പൊതുബോധം എപ്പോഴും അങ്ങനെയാണ്. അതായത് സ്ത്രീകൾക്ക് ഇങ്ങനെ അവരുടെ ശരീരത്തെ കളിയാക്കുന്ന അല്ലെങ്കിൽ അതിനെ താറടിക്കുന്ന അതിനൊരു ഉപകരണമായി കാണുന്നത് തെറ്റില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു ചിന്ത. അതെ, കാണുന്നുള്ളൂ. അതിപ്പോൾ ഇവരുടെ വിഷയത്തിൽ നിന്നല്ല, പൊതുവെ നമ്മൾ സ്ത്രീകൾ പെടുന്ന ഏത് വിഷയം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും ഇപ്പോൾ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ വലിയ ഇത് പുരോഗമനം പറയുന്നിടത്ത് സ്ത്രീകൾ രാത്രി ഇറങ്ങുന്ന വിഷയം, രാത്രി ഇറങ്ങി സ്ത്രീകൾ നേരിടുന്ന എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാലും ഒക്കെ പൊതുവിൽ സ്ത്രീകൾക്കെതിരായിരിക്കും അതിലെ കമൻറ്റുകൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സ്ത്രീ ഡിവോഴ്സ് നേടിയ ഒരു സ്ത്രീക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാലും അത് അവർക്ക് ഒരു ആൺതുണ ഇല്ലാത്തതിൻ്റെ പ്രശ്നം എന്നുള്ള രീതിയിലുള്ള അതൊരു പൊതുബോധം മാറി വരാനുള്ളൊരു സമയം എടുക്കുന്നതാണ് തോന്നുന്നത്. പിന്നെ അവധി കഴിഞ്ഞിട്ട് സാറിപ്പോൾ മതപ്പാടുകൾ എന്ന് പറഞ്ഞ ഒരു പുസ്തകം കൂടി എഴുതുന്നുണ്ട്. അപ്പോൾ അതും വലിയ രീതിയിൽ സ്വീകരിക്കപ്പെടുകയാണ്. അപ്പോൾ ഒരു എഴുത്തുകാരനായി പ്രശസ്തനാവാന്നുള്ളൊരു സ്വപ്നം അല്ലെങ്കിൽ ഒരു ആഗ്രഹം മുമ്പേ ഉണ്ടായിരുന്നു? അതോ ഈ എനിക്ക് എൻ്റെ ഒരു ഏരിയ എന്നൊരു പത്രപ്രവർത്തനമാണ്. ഈ എഴുത്തുകാരൻ എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ പുസ്തകം എഴുതിയതുകൊണ്ട് എഴുത്തുകാരൻ എന്ന് വിളിക്കുന്നതേ ഉള്ളൂ. സത്യത്തിൽ പുസ്തകത്തിലുള്ളതും പത്രപ്രവർത്തനം തന്നെയാണ്. അല്ലാതെ ഇതിനകത്തൊരു സാധാരണ നമ്മൾ പുസ്തകത്തിൽ കാണുന്ന ഒന്നും അതിനകത്തില്ല. ഒരു ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഭാവനയില്ല, അല്ലെങ്കിൽ സാഹിത്യം തന്നെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ സാഹിത്യമില്ല. നമ്മൾ ഈ റിയൽ സാധനം പത്രത്തിൽ എങ്ങനെയാണോ കൊടുക്കുന്നത്, ഈ നമ്മൾ പത്രത്തിൽ ഒരു സാധനം ഒരു ഫീച്ചർ എഴുതുമ്പോൾ ആ ഫീച്ചറിന് വേണ്ടി ആ വിവരങ്ങൾ എടുക്കുന്ന രീതിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഒരാളോട് സംസാരിക്കുന്നു, അയാൾ തിരിച്ചു പറയുന്ന മറുപടികൾ അത് കേട്ടിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് വന്നു. പത്രത്തിൽ വരുമ്പോൾ ഇതെല്ലാം കൂടി കിട്ടിയൊരു ആകത്തുകയാണ് പത്രത്തിൽ വരിക. നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങളുടെ ഒരു മൊത്തം റിസൾട്ടാണ് വരിക. ഇത് നമ്മൾ അതിന് പകരമായിട്ട് നമ്മൾ കണ്ടു, അപ്പോൾ അയാൾ ഇങ്ങനെ പറഞ്ഞു, നമ്മളപ്പോൾ അങ്ങനെ ചോദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നായിട്ട് എഴുതിയിരിക്കാം. അപ്പോൾ അതിൽ ശരിക്കും പറഞ്ഞാൽ ഒരു പത്രപ്രവർത്തനത്തിൻ്റെ ടൂൾ തന്നെയാണ്. പത്രപ്രവർത്തനങ്ങൾ പെട്ടെന്ന് നമ്മൾ കൂടുതൽ ആളുകൾക്ക് അറിയപ്പെടാനും ഈ പുസ്തകങ്ങൾ കാരണമായിട്ടാണ്. പുസ്തകം ഒരു കാരണമായിട്ടാണ്. കാരണം ആ ടൈപ്പ് ആളുകൾ ഈ സംഭവത്തെക്കുറിച്ച് അറിയാനും ഒക്കെ അതൊരു കാരണമായിട്ടുണ്ട്. അത് പുസ്തകം ആയതുകൊണ്ട് അങ്ങനെ രണ്ട് പുസ്തകം വിജയിച്ചുകൊണ്ടാണ് ഇനിയും അങ്ങനെ ഒരു യാത്രകളും എനിക്ക് ഇനിയും യാത്രകൾ ചെയ്യണമെന്നുണ്ട്. അത് ഈ രണ്ട് പുസ്തകം വിജയിച്ചുകൊണ്ടല്ല, ഇത് ഈ നേരത്തെ പറയുന്നത് നമ്മുടെ ഒരു ക്യൂരിയോസിറ്റിയാണ്, നമുക്കൊരു അറിയാനുള്ള ആഗ്രഹം സംഭവിക്കുകയാണ്. അപ്പോൾ പുസ്തകം ഇപ്പോൾ ഈ പറഞ്ഞ ആദ്യത്തെ പുസ്തകം ഈ വിശുദ്ധ പാപങ്ങളുടെ ഇന്ത്യ അവാർഡ് കിട്ടിയതുകൊണ്ടാണ് അത് കൂടുതൽ പേരിലേക്ക് എത്തിയത്. അല്ലെങ്കിൽ അത് ഇത്രയും എത്തില്ലായിരുന്നു, അക്കാദമി അവാർഡ് കിട്ടിയില്ല. പക്ഷേ ആ പുസ്തകത്തിന് അവാർഡ് കിട്ടുന്നതിന് മുമ്പേ നമ്മൾ രണ്ടാമത്തെ പുസ്തകത്തിൻ്റെ അന്വേഷണങ്ങൾ അത് പോയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ആ പുസ്തകം വിജയിക്കുമ്പോൾ നോക്കിയിട്ടല്ല, നമ്മളിങ്ങനെ കുറേ സുഹൃത്തുക്കളുടെ കൂടെ ഒരു യാത്ര, ഇവിടെ ഇങ്ങനൊരു സാധനമുണ്ട് അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞ് പോകുന്നു. ഇപ്പോൾ ആ തലേ തേങ്ങ ഉടയ്ക്കുന്നതൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവാർഡ് കിട്ടുന്നതിന് മുമ്പ് എടുത്താൽ, പിന്നെ അതിന് ശേഷം എടുത്ത് ശരിക്കും പറഞ്ഞാൽ തിരുനെൽവേലിയും ബീഹാർ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ അതിന് മുമ്പ് എടുത്ത സാധനങ്ങളാണ്. അപ്പോൾ അത് ഇങ്ങനെ ഈ പുസ്തകം ഹിറ്റായതുകൊണ്ട് എന്നുള്ളതല്ല, നമുക്ക് അറിയുന്നത് ഈ പരിപാടിയാണ്. സ്വാഭാവികമായിട്ടും ചോദിക്കുന്നത് പ്രസാധകർ ചോദിക്കുന്ന എപ്പോഴും അങ്ങനെയാണ്, ആ ടൈപ്പ് പുസ്തകം തന്നെ വേണമെന്ന്. പക്ഷേ ഇതിപ്പോൾ നമ്മുടെ അടുത്ത് അങ്ങനെ ചോദിച്ചാലും കാര്യമില്ല. കാരണം വെച്ചാൽ നമ്മളൊരു 4-5 വർഷം എടുത്തു കഴിഞ്ഞിട്ടാണ് ഒരു പുസ്തകം എഴുതുന്നത്. കാരണം ഒരുപാട് യാത്രയിൽ ഇതോടൊപ്പം ക്യൂരിയോസിറ്റിയോടൊപ്പം സാഹസികത ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. ചില അപകടാവസ്ഥകളും ഉണ്ട്. അത് ശരിക്കും അപകടാവസ്ഥ അന്ന് അറിയാത്തതുകൊണ്ട് സംഭവിക്കുന്നതാണ് ശരിക്കും. അത് ഇപ്പോൾ എല്ലാത്തിലും നമ്മുടെ സുഹൃത്തുക്കളുടെ ഒരു പങ്കുണ്ട്. അവർ ഭയങ്കര ഇൻവോൾവ്ഡ് ആണ്, അവരുടെ ഒരു താല്പര്യമൊക്കെയാണ് ഇതിനകത്തുള്ളത്. ശരിക്കും ഞാനെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സുഹൃത്തുക്കളുടെ കൂടി ബുക്കാണ്. പിന്നെ അവർക്ക് എഴുതി മെനക്കെടാൻ വയ്യാത്തതുകൊണ്ട് നമ്മുടെ പേരിൽ ഇറങ്ങുന്നതേ ഉള്ളൂ. കാരണം അവരുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് ഇതിനകത്ത് നല്ലോണം ഉണ്ട്. അവർ കാണിച്ച ധൈര്യമൊക്കെയാണ് ഇതിനകത്ത് പല സ്ഥലത്തും എത്തിപ്പെടാനൊക്കെ ആയത്. ഇപ്പോൾ ആ തലേത്തേങ്ങ ഉടയ്ക്കുന്ന മതപ്പാടുകളിലെ നമ്മുടെ ഫോട്ടോഗ്രാഫർ വായിച്ചില്ല, അതിൽ നമ്മുടെ ഫോട്ടോഗ്രാഫർ നിഖിൽ രാജാണ്. പടം എടുത്തൊക്കെ എന്നേക്കാൾ കൂടുതൽ അതിലാണ് ഇൻവോൾവ് ചെയ്തത്. ആളുടെ കൂടെ നടന്ന് പടം എടുത്തൊക്കെ പുള്ളിയാണ്. പിന്നെ മറ്റേ പ്രമോദ് കൽക്കട്ടയിലേക്ക് വന്ന അയാളുടെ ധൈര്യത്തിലും ഒക്കെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവരുടെയാണ് ബുക്ക്, അവരുടെ എൻ്റെ കൂടിയാണ് ബുക്ക്. പിന്നെ അവർക്ക് ഇങ്ങനെ എഴുതാനൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മളങ്ങ് എഴുതുന്നേ ഉള്ളൂ.